ബിന്ദു, നീ കേക്കണം കേട്ടോ. ആ ചേച്ചി പറയേ. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവും. ചേച്ചി ആരുടെ കാര്യമായി പറയണേ? എടി ബിന്ദു, അപ്പുറത്തെ ഗീതയുടെ മരുമോളില്ലേ, ഉവ്വ. ആ പെണ്ണിന്റെ കാര്യം. അവിടെ എന്താണ്ടായേ? ആ മരുമോള് കൊച്ചിന്റെ ചവിട്ട് കൊണ്ടേ ഗീതയുടെ മോൻ വന്ന് തെറിച്ചു വീണത് എന്റെ തെക്കേ പറമ്പില്ല. അവിടെ നിന്ന് അവര് പറക്കെടുത്തോണ്ട് പോയത്. ഇങ്ങനെയുള്ള സാധനത്തിനെ ഒന്നും എന്റെ വീട്ടിൽ കയറ്റത്തില്ല. അതിന് ഈ ജലജ വേറെ ജനിക്കണം. അല്ലാതെ അവിടത്തെ മോഹൻലാലിന് ശോഭനേനെ കിട്ടാനിട്ടല്ല. നിനക്കെന്താ വേണ്ടെന്നാ പറഞ്ഞേ? എനിക്ക് ഇത്തിരി ചായപ്പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും. അയ്യോ, ഉപ്പ് ഇവിടുത്തെ മീൻ കറിക്കകത്ത് ഇടാനേ ഉള്ളൂ. പിന്നെ ചായപ്പൊടി രാവിലെ ചായ ഇട്ടപ്പോഴങ്ങ് തീർന്നും പോയി. ഇങ്ങോട്ട് തന്നെ. പിന്നെ 2 ചവിട്ടടി നടന്നാലേ അങ്ങ് പീടികയിലെത്ത നടന്നു പോയി അങ്ങ് വാങ്ങിച്ചാ മതി. ചായപ്പൊടി പിന്നെ ഉപ്പും വന്നേക്കുവാ. മുഞ്ഞന്ന് അയലത്തുകാരുടെ ചെലവിൽ കഴിയാൻ കുറേ എണ്ണം. കേരളത്തിൽ ഇത്ര പെൺപിള്ളേരുണ്ടായിട്ടും ഈ അജയ് ഘോഷ് എന്താ ശോഭനയോട് ഇത്ര ഇഷ്ടം എന്നറിയോ? എന്തോ ഇഷ്ടമാണ് എനിക്ക് തന്നെ. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോണില് എനിക്ക് വേണ്ടിയിട്ടൊരു ശോഭന കാത്തിരിക്കണ്ടാവൂലേ? അയ്യോ, ഏതെങ്കിലും ഒരു കോണിലല്ല. ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. അമ്മേ, നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട. ശോഭന ഭ്രാന്ത്. എന്റെ ഭ്രാന്ത് കാരണം എനിക്ക് വെളിയിലോട്ട് നാണക്കേടുകൊണ്ട് ഇറങ്ങി നടക്കാൻ വയ്യ. എടാ, ഏതെങ്കിലും ഒരു ദിവസം ഇതെല്ലാം കൂടെ വലിച്ചു വരെ ഞാൻ തീയിലിട്ട് കത്തിക്കും. അയ്യോ എന്റെ ശോഭന. എന്റെ ഭഗവതി, എവന്റെ ഈ ശോഭനാഭ്രാന്ത് ഒന്ന് മാറ്റി തന്നാലേ ഞാനൊരു ചുറ്റുവിളക്ക് നടത്തിയേക്കാം. അല്ലെങ്കിൽ വേണ്ട, ശയന പ്രദർശനം നടത്തിയേക്കാവേ. ഭഗവതി കാത്തോണേ. അമ്മയുടെ പ്രാർത്ഥന ഒന്നും ഏൽക്കില്ലേ? ഭഗവതിക്കറിയാം എനിക്ക് ശോഭനുള്ള ക്രഷ്. ക്രഷല്ലടാ, പുഷ്. അമ്മ പ്രേമത്തിന് കണ്ണും മൂക്കില്ല. പക്ഷെ അതിനൊരു പ്രായമുണ്ട്. അവന്റെ ഒരു കണ്ണും മൂക്കും എത്രാന്ന് വിചാരിച്ചിട്ടാടാ. മനുഷ്യനാണെങ്കിലേ അതാത് പ്രായത്തിൽ കെട്ടണം. നിന്റെ കൂടെയുള്ളമാർക്ക് മക്കളും കൊച്ചുമക്കളുമായി. എനിക്കെടാ വയസ്സായി വരുക. എത്ര കാലം എന്ന് വെച്ചിട്ടാ. അമ്മയ്ക്ക് പ്രായമാവണേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാണോ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുക? നിനക്ക് ശോഭനെ തന്നെ വേണ്ട. അമ്മ അതൊക്കെ പണ്ടല്ലേ. എനിക്കിപ്പോ ശോഭനയെ പോലൊരു പെണ്ണ് അത് മതി. പോലെ അത്രയായി. ചെറുക്ക, ഞാൻ മോനാന്നൊന്നും നോക്കത്തില്ല. വയസ്സ് 38 പോട്ടൻ. അതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നത്? ഇന്ന് തന്നെ പോയി ആ സതീശൻ പറഞ്ഞ പെണ്ണിനെ കണ്ടോണം. പോണം കേട്ടാ. അപ്പൊ ഇതാണ് മഞ്ജു അജയ് ഘോഷ്. അടിപൊളി. സതീഷേട്ടനൊന്ന് വിളിച്ചേക്കാലോ. ഹലോ, ആ സതീഷേട്ടാ, ഞാനാണ്, അജയ് ഘോഷാണ്. കണ്ടു. അപ്പൊ നമുക്കിന്ന് ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ 10 മണിക്ക് ഫ്രീയാ. അപ്പൊ ഞാൻ കുട്ടീനോട് അവിടെ വന്ന് കാണാൻ പറയട്ടെ. ഞാൻ അതാ ഇറങ്ങി. ഞാൻ കുട്ടീനെ വിളിച്ചു പറയാം. എൻ്റെ ഭഗവതി, നട അടച്ചിരിക്കാമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ വയസ്സ് 38 നടപ്പാ. ഞാൻ എപ്പോഴും ഒരു പെൺകുട്ടിക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. ശോഭന എന്ന് പറയണില്ല. ഇപ്പം കാണാൻ പോണ പെൺകുട്ടി അതുപോലെ ആയാൽ മതി. അതുകൂടി എനിക്ക് സാധിച്ചു തരണം ഈശ്വരേ.
10:15 ബസ് പോയോ? 10. 10:15 ബസ് എന്തോട്ടെ 10:15 ബസ് പോയാ? ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ 10 മണി ഉണ്ടാവും. 10:15 ബസ് 10 മണിക്ക് വരില്ലല്ലോ. അതില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യും. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ മഞ്ജു, ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യണു. മഞ്ജു, ഞാൻ ഈ ലൊക്കേഷനിൽ കുറേ നേരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ജുവിന് വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ ഒരു ബുള്ളറ്റും ഒരു ചക്കരിക്കുണ്ട്. ഏത്? എവിടെ? ഹലോ, ഇത് ഞാനാടോ. മഞ്ജു? എന്താടോ, ആർ യു ഓക്കെ? ഓക്കെയാണ്. എന്നെ എങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? സത്യം. ഒരു കാര്യം ചെയ്യേ, അജയ് കയറ്. നമുക്ക് ഈ ആംബിയൻസ് വിട്ട് ഒരു വൈബുള്ള സ്ഥലത്ത് പോയിരുന്നു സംസാരിക്കാം. എടോ കേറടോ. വേണ്ട. ട്രസ്റ്റ് മീ, താൻ കേറടോ. ആരെങ്കിലും കാണാം. അതെ, എനിക്ക് സ്പീഡ് പേടിട്ടോ. എന്തത്ര ഞാൻ എന്തത്ര ലേറ്റായി കല്യാണം കഴിക്കാൻ? അതോ, ആക്ച്വലി അതൊരു കുഞ്ഞു സ്റ്റോറിയാ. പക്ഷേ ഇപ്പൊ ചിലപ്പോൾ അത് പറഞ്ഞ അജയന് ബോറിംഗ് ആയി തോന്നും. കുഞ്ഞു സ്റ്റോറി അല്ലേ? അത് ഇയാൾ പറഞ്ഞോ, കുഴപ്പമില്ലേ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എൻ്റെ പപ്പയുടെ നാട്ടിലാണ്, കോട്ടയം. കുട്ടിക്കാലത്ത് പപ്പയുടെ പപ്പയ്ക്ക് ഒരു പഴയ മോഡൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അതിൽ വെച്ചിട്ടാ പപ്പ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ട്. അന്ന് തൊട്ടിട്ടാ ബുള്ളറ്റിനോട് ഇത്ര ക്രേസായത്. പിന്നെ അങ്ങനെ ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചു. ആൻഡ് ബുള്ളറ്റിൽ ഒരു സോളോ ഓൾ ഇന്ത്യ ട്രിപ്പ്, അതും വിത്തൗട്ട് കമ്മിറ്റ്മെൻറ്റ്സ്. ഫൈനലി എൻ്റെ ആഗ്രഹം നടന്നു. ഹാവ് ടു സേ, എൻ്റെ ഫാമിലി എന്നെ നല്ല സപ്പോർട്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ അവരുടെ ഒരു ആഗ്രഹം, എൻ്റെ കല്യാണം. അതാണ് ഞാൻ ഇപ്പം അജയൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അജയെന്ന് വിളിക്കാമല്ലോ അല്ലേ? അതിനെന്താ, എൻ്റെ ശരിക്കുള്ള പേര് അജയ് ഘോഷ് എന്നാ. ഓക്കെ. എൻ്റെ അമ്മയും ഫ്രണ്ട്സൊക്കെ അജയ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഇയാൾ എന്താ വെച്ചാൽ വിളിച്ചോ, കുഴപ്പമില്ല. അല്ല, അജയ് എന്താ ഇതുവരെ കല്യാണം കഴിക്കാതിരുന്നേ? എനി അഫയർ? ആർക്ക്? എനിക്കുണ്ടോ ഇതുപോലത്തെ ഒരു ഇമോഷണൽ ബാക്ക് സ്റ്റോറി. പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ശോഭനയുടെ സിനിമയിൽ മാത്രം കണ്ടിരുന്നു. എൻ്റെ ക്രഷായിരുന്നു ശോഭന. അതുകൊണ്ട് എന്താ ഈ ശോഭനയുടെ പേരായിട്ട് വരുന്നത് റഹ്മാൻ, ശങ്കർ, മോഹൻലാൽ, എന്തിന് തളപതിയിൽ അഭിനയിച്ച് രജനീകാന്തിന് വരെ എനിക്ക് ദേഷ്യം. അയ്യോ, എൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്നെ കളിയാക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വാശിയായി കല്യാണം കഴിക്കുകയാണെങ്കിൽ ശോഭന, അല്ലെങ്കിൽ അതുമാതിരി ഒരു പെണ്ണ്. അതുകൊണ്ട് എന്താ എൻ്റെ തലയിൽ മുടി നരയ്ക്കണത് വരെ എനിക്ക് കാണാൻ പറ്റി. നാട്ടിൽ എന്നേക്കാളും പ്രായം കൂടിയത് തൊട്ട് 10 വയസ്സ് കുറവുള്ളവരെ കല്യാണം കൂടാൻ വരെ എനിക്ക് ഭാഗ്യമായി. തനിക്കിതുപോലെ വല്ല കണ്ടീഷൻസ് ഉണ്ടാ?
വല്ല മോഹൻലാലോ മമ്മൂട്ടിയോ ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ ഒരു പാർട്ട്ണർ ആയിരിക്കണം. പിന്നെ തമ്മിലൊരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ മച്ച് ബെറ്റർ. Oh, my North Star burning bright through the darkest velvet night. You're the melody I can't forget, the promise I haven't reached yet. It's not the harbor but the... അതെ, താൻ ഫസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചില്ല എന്നോട് തന്നെ ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തെന്ന്. ശരിയാ, ഞാൻ ഈ ലുക്കിലല്ല എക്സ്പെക്ട് ചെയ്ത് തന്നെ. ഓഹോ, അപ്പൊ കോസ്റ്റ്യൂം കണ്ടിട്ടാണ് ഒരാളെ ജഡ്ജ് ചെയ്യണത്? അയ്യോ, അങ്ങനല്ല. ഞാൻ ഒരുപാട് പേര് പെണ്ണ് കണ്ടിട്ടുണ്ട്. തന്നെ ഞാനേ മറ്റേ ശോഭന മറ്റേ സോങ്ങിൽ നടന്നു വരുന്ന പോലെ ഇമാജിൻ ചെയ്തപ്പോൾ എനിക്കറിയില്ല, വേറെ ആരോടും എനിക്കിത് തോന്നിയിട്ടില്ല ഇതുപോലെ. തന്നെ കാണുമ്പോൾ എവിടേക്കോ ശോഭനയുടെ ഒരു എനിക്കറിയില്ല തന്നോട് എങ്ങനെ പറഞ്ഞുതരാന്ന്. മഞ്ജു സാരിയൊന്നും അങ്ങനെ എടുക്കാറില്ല തോന്നുന്നു. നോ 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 നോ, ആക്ച്വലി ഐ എം കംഫർട്ടബിൾ ഇൻ ദിസ്. അതാ. ഓക്കെ, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. ദാറ്റ്സ് ഓക്കെ. നമുക്കൊന്ന് ഇറങ്ങിയാലോ? യാ. Anyways, thank you so much. It was nice spending time with you. So, thank you. അല്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് എന്താ പറയണ്ടേ? മഞ്ജു, ഞാൻ ഒരു സത്യം പറയട്ടെ, ശരിയാവില്ലടോ. എൻ്റെയും തൻ്റെ വൈബൊക്കെ വേറെയാ. താൻ ഈ വലിയ ലോകത്ത് പാറി നടക്കണ ആളാ. എൻ്റെ ഈ കൊച്ചു ലോകവും ശോഭനയൊക്കെ ആയിട്ട് ശരിയാവില്ലടോ. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എനിക്ക് താൻ ഓക്കെ ആയിട്ട് തോന്നി. തന്നോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കംഫർട്ട് ലെവൽ തോന്നി. ടു ബി ഓണസ്റ്റ്, തൻ്റെ കൺസെപ്റ്റൊക്കെ കുറച്ച് സ്ട്രേഞ്ച് ആണെന്നുണ്ടെങ്കിലും താൻ വളരെ ജെനുവനായിട്ട് തോന്നി എനിക്ക്. ഇനി നമ്മളതിന് കാണുമോ? അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ വേണ്ടോ? ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിവേ, ഓക്കെ, ടേക്ക് കെയർ. നൈസ് മീറ്റിംഗ് യു. പോട്ടെ എന്നാ. ആ. എന്താടാ പോയ കാര്യം? ഞാൻ നിന്നോടാ ചോദിച്ചത് എന്തായെന്ന്. അതൊന്നും ശരിയായി. എന്താ അതൊന്നും ശരിയായി. ആ, അതും അവൻ്റെ ഭാവന ശോഭനയായി തോന്നി കാണത്തില്ല. എന്താ അത്? എന്താ അതങ്ങനെയൊന്നല്ല. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കോ? എങ്ങനെയൊന്നല്ലെന്ന് ഡാ, നിന്റെ തന്ത പന്തളത്തൂന്ന് എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ നിന്റെ തന്തയുടെ അമ്മ എന്നോട് പറയുമായിരുന്നു, നിന്റെ തന്തയ്ക്കും ഭാരതിയെ പോലൊരു പെണ്ണിനെ വേണമായിരുന്നെന്ന്. എന്നിട്ട് കിട്ടിയ? അതന്നെ എൻ്റെ വിധി. എന്താ അതന്നെ എൻ്റെ അവസ്ഥ. ദുരവസ്ഥ ഡാ. അതുകൊണ്ടെന്താ, നിന്റെ തന്ത മരിക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ജയഭാരതിയായിരുന്നു എന്നെ ഇട്ടിട്ട് പോയേനെ. ഇപ്പോഴത്തേതൊന്നും നോക്കണ്ട. കുറേ കൂടി കഴിയുമ്പോൾ, ഇത്തിരിയുടെ പ്രായമാവുമ്പോൾ, ഒറ്റയ്ക്കുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ അങ്ങ് മടുത്ത് തുടങ്ങുമ്പം ഇതൊന്നും പറയാൻ അമ്മയുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഡാ, നീ കാണുന്ന പെൺകുട്ടികളെ എല്ലാം ശോഭനയാവണമെന്ന് വാശി പിടിക്കാതെ
നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെങ്കൊച്ചിനെ ശോഭനയാണെന്ന് കണ്ടങ്ങ് സ്നേഹിക്കാൻ നോക്ക. അപ്പോൾ എല്ലാം ശരിയാവും. അതൊക്കെ പോട്ടെ, വിശന്നിട്ട് വയ്യ, വല്ലതും കഴിക്കണ്ട. ആദ്യം ഞാൻ ഒരു കല്യാണം കഴിക്കാം, എന്നിട്ട് കഴിക്കാൻ തരാം. മോനെ അജയ, എന്തൊരു ഉറക്കമാടാ ഇത്. ആരാ ബെല്ലടിക്കുന്നത്? ചെന്ന് നോക്ക്. അതാ അമ്മ ശോഭന വന്നതാ, അവ വന്നിട്ട് പൊക്കോളും. എണ്ണിക്ക് അങ്ങോട്ട്. അല്ലേ ഒന്ന് എണ്ണിക്കുന്നുണ്ടാടാ. നേരം വിളിച്ചാൽ ആരത് ഉറക്കുന്നില്ല. എല്ലാം അങ്ങോട്ട് മാറ്. ആരാ? ഇത്രയും നല്ല കൊച്ചിനെ കണ്ടിട്ടാണോ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞത്? മണ്ട. അജയന് ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ഡബിൾ ഓക്കെ. പറ